നമസ്കാരം. കേന്ദ്ര ബജറ്റിനെ ന്യായീകരിക്കാൻ പെടാപ്പാടുപെടുന്ന ഒരാൾ നമ്മുടെ സുരേഷ് ഗോപിയാണ്. ഇന്നലെ ബജറ്റ് പുറത്തു വന്ന ഘട്ടത്തിൽ പുറത്തിറങ്ങിയ ഒരു ട്രോള് ഞാൻ ആദ്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. സുരേഷ് ഗോപി അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി, അതായത് BJP അകപ്പെട്ടിരിക്കുന്ന കേരള BJP അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയാണ്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ 21 എന്ന് ഉത്തരം പറഞ്ഞാൽ മണ്ടനാണിവൻ എന്ന് സുരേഷ് ഗോപി പറയുകയാണ്. അപ്പം മറ്റേയാൾ എന്നിട്ട് ആ നിൽപ്പ് കണ്ടില്ലേ, അങ്ങനെ 21 സംസ്ഥാനമുണ്ടെന്ന് പറഞ്ഞാൽ ആ നിൽപ്പ് കണ്ടില്ലേ, അപ്പോൾ നമ്മളായിരിക്കും യഥാർത്ഥ ഉത്തരം പറയാനാണ് പോകുന്നതെന്ന്. അപ്പം മറ്റേയാൾ ചോദിക്കും സത്യത്തിൽ എത്ര സംസ്ഥാനമുണ്ട്? അപ്പോൾ സുരേഷ് ഗോപി പറയും 2, ആന്ധ്രയും ബീഹാറും. 2 സംസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ. അതായത് ഇന്നലത്തെ നിർമ്മല സീതാരാമൻ്റെ ബജറ്റിനെ പൂർണ്ണമായി വരച്ച് കാട്ടുന്ന വളരെ ചെറിയ ഒരു ട്രോളാണ്. ഈ ട്രോൾ പറയുന്നുണ്ട് എന്താണ് കേന്ദ്ര ബജറ്റ് എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് ബജറ്റിനെ സമഗ്രമായി വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. കേരളത്തിൽ എയിംസ് എന്ന ഒരു ബഡായി പറച്ചിലിൻ്റെ പ്രചരണത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ ഒക്കെ അവസാനത്തെ കുറിപ്പ് ഇന്നലത്തെ ബഡ്ജറ്റ് കുറിച്ചിട്ടു എന്നുള്ളതാണ്. ഈ ബഡ്ജറ്റ് പുറത്തു വരുമ്പം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നതും ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം വാഗ്ദാനം നിരന്തരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി താൽക്കാലിക ലാഭത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. എയിംസ് കേരളത്തിന് ഇല്ല, നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു ദശാബ്ദം പഴക്കമുള്ള കേരളത്തിൻ്റെ ഒരു സ്വപ്നമാണ് യഥാർത്ഥത്തിൽ എയിംസ്. കഴിഞ്ഞ 10 വർഷമായി നിർമ്മല സീതാരാമനും മോദി സർക്കാരും ഫയൽ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചില ഘട്ടങ്ങളിൽ പറയും നിങ്ങൾ ഞങ്ങൾക്കൊരു MP പോലും തന്നില്ലല്ലോ, ഞങ്ങൾക്ക് വോട്ടൊന്നും തന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് എയിംസ് എന്ന് പറയുന്ന ഘട്ടങ്ങൾ കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി എന്ന തൃശ്ശൂരിൽ നിന്നുള്ള ഒരു MP കൊടുത്തു. ജോർജ് കുര്യനും സുരേഷ് ഗോപിയും കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരായി. നേരത്തെ 2 മന്ത്രിമാർ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്. അവരൊക്കെ എന്താ ചെയ്തു കൂട്ടിയെന്ന് നമുക്കറിയാം. എന്തായാലും അതിനൊക്കെ അപ്പുറത്തുള്ള ആളുകളാണ് ഇവർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മന്ത്രിയാകുമ്പോഴും അതിന് മുന്നേയും തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കേരളത്തിൽ എയിംസ് എന്ന് ഇടക്കിടക്ക് പറയുന്ന ഒരാളായിരുന്നു സുരേഷ് ഗോപി. എന്നാൽ അതിൻ്റെയൊക്കെ പ്രതീക്ഷയുടെ ഭാരം നമ്മളെ ജനങ്ങളാണല്ലോ, ഈ പ്രതീക്ഷയുടെ ഭാരം ജനങ്ങളാണല്ലോ തലയിലേറ്റുന്നത്. അല്ലാതെ അതിൻ്റെ ഇരയാവുന്ന ജനങ്ങളല്ലാതെ അത് കൊണ്ടു നടക്കുന്ന ആളല്ല, വാഗ്ദാനം ചെയ്യുന്ന ആളല്ല യഥാർത്ഥത്തിൽ. നമ്മൾ പറയുന്നേ ഉള്ളൂ പ്രതീക്ഷയുടെ ഭാരം ഏറ്റി സുരേഷ് ഗോപി പോകുന്നു എന്നൊക്കെ. പക്ഷേ ജനങ്ങളുടെ പ്രതീക്ഷയുടെ ഭാരം ഒന്നും കൂടിയും തലയിലേക്ക് അടിച്ചു കയറ്റിയ സാഹചര്യം ആയി. കേരളത്തെ ഒന്നാകെ നോക്കാൻ എനിക്ക് 5-6 മന്ത്രിമാരെ വേണം എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു കേരളത്തെ മൊത്തം ഇമാതിരി എയിംസും ഈ വൻപൻ പദ്ധതികളും വലിയ അഡീഷണൽ പാതയും റെയിൽവേ പാതയും ഒക്കെ കൊണ്ടുവരാനാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ചൊൽപ്പടിക്ക് 5-6 മന്ത്രിമാർ പോയിട്ട് ഒരു മന്ത്രിസ്ഥാനം തന്നെ കൊടുത്തിട്ടും മൂപ്പർ എയിംസിൻ്റെ വർത്തമാനം മാത്രം പറഞ്ഞെടുത്ത് ആയി. പ്രഖ്യാപനം മാത്രമാണ് ഇതെല്ലാം എന്ന തോന്നലുണ്ടാക്കുന്നതാണ്. സിനിമ സ്റ്റൈൽ ഡയലോഗുകളാണ് അടിച്ചു വിട്ടത് എന്ന് തോന്നലുണ്ടാക്കുന്നതാണ് ഈ ബഡ്ജറ്റ്. എന്നാൽ സ്വന്തം മാനം കാക്കാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ കേരളത്തിൻ്റെ പേരെങ്കിലും, കേരളം എന്നെങ്കിലും ബജറ്റിൽ ഉച്ചരിക്കാൻ വേണ്ടി സ്വന്തം മാനം അങ്ങനെയെങ്കിലും കാക്കാൻ സുരേഷ് ഗോപി ശ്രമിക്കും എന്നാണ് ജനം ധരിച്ചത്. അതിനെല്ലാം ഉപരിയായിട്ടാണ് ഈ എയിംസ് എന്ന നിരന്തരമായ പ്രസ്താവനയും ഡയലോഗും ഒക്കെ തലയുയർത്തി നിൽക്കുന്നത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? എയിംസിനെ കുറിച്ച് മിണ്ടിയില്ല എന്ന് മാത്രമല്ല, കേരളം ആവശ്യപ്പെട്ട 24,000 കോടിയുടെ പദ്ധതി പോയിട്ട് കേരളയിലൊക്കെ പോട്ടെ, ബാക്കിയുള്ള കേരളത്തിന് അർഹമായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ പോലും ഇല്ലാതെയാണ് ഈ ബഡ്ജറ്റ് അവർ കേരളത്തെ കണ്ടത്. എന്നിട്ട് സുരേഷ് ഗോപി ഇപ്പോഴും നിൽക്കുകയാണ്. നമ്മൾ എയിംസിനെ കുറിച്ചാണ് പറയുന്നത്. എയിംസിനെ കുറിച്ച് പറയുമ്പം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതുവരെ ഇന്ത്യയിൽ 25 എയിംസാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ആരോഗ്യ മേഖലയിലെ വൻ കുതിച്ചുചാട്ടത്തിന് തന്നെ അതത് പ്രദേശങ്ങളിൽ ഇടയാക്കുന്ന സ്ഥാപനം എന്നുള്ള നിലയിൽ നമുക്കറിയാം എയിംസിൻ്റെ റോള് എന്താണ് എന്ന്. ചില സംസ്ഥാനങ്ങളിൽ 2 വീതം എയിംസ് ഉണ്ട്. ഇതിൽ 5 എണ്ണം പ്രവർത്തന സജ്ജമായി ഇപ്പോൾ നിൽക്കുന്നത് തന്നെയുണ്ട്. ബീഹാർ, ജമ്മു, ഹരിയാന, മണിപ്പൂർ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ എയിംസാണ് ഇനി നടക്കാൻ പോകുന്നത്. ബീഹാറിലും ഉത്തർപ്രദേശിലും 2 വീതം എയിംസ് ഉണ്ട്. ദക്ഷിണേന്ത്യയിൽ എയിംസ് ഇല്ലാത്ത ഒറ്റ സംസ്ഥാനമേ ഉള്ളൂ. ഏതാണെന്നറിയാം? കേരളം. അതറിയാലോ. കേരളമാണെങ്കിലോ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം. രാജ്യത്ത് നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം തന്നെ ആരോഗ്യ മേഖലയിൽ മുന്നിൽ നിൽക്കുന്ന, ഈ BJP സർക്കാരിൻ്റെ കണക്ക് പ്രകാരം തന്നെ മുന്നിൽ നിൽക്കുന്ന നാട്. പക്ഷേ നമുക്ക് എയിംസ് തരില്ല. MBA കിട്ടിയാൽ എയിംസ് തരാമെന്നാണ് നേരത്തെ ചില ആളുകൾ പറഞ്ഞിരുന്നത്. എന്നാൽ എന്നിട്ടും എയിംസ് തന്നില്ല. സംസ്ഥാന സർക്കാർ ചെയ്തത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ചെയ്തത്? എയിംസിന് വേണ്ടി പ്രാഥമികമായി ചെയ്യേണ്ടതെല്ലാം ചെയ്തു. പ്രപ്പോസൽ കൊടുത്തു, സ്ഥലം കാണിച്ചു കൊടുത്തു. ഇനി
ഇനി കേന്ദ്ര നടപടി മാത്രം മതി. ഒരിടവേളയ്ക്ക് സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ വീണ്ടും വീണ്ടും എയിംസിനെ കുറിച്ച് വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തും MP ആയപ്പോഴും മന്ത്രിയായപ്പോഴും ഒക്കെ വന്നിരുന്നു. അതിൻ്റെ പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട അന്ന് ചാനലുകാരോട് മുഴുവൻ എയിംസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എയിംസ് ഉറപ്പാണ്, പക്ഷേ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല, വേറെ സ്ഥലത്തായിരിക്കും, സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്ന സ്ഥലത്തല്ല, വേറെ സ്ഥലത്ത് കൊടുക്കാം എന്ന്. എൻ്റെ മനസ്സിലുള്ള സ്ഥലം ഏതാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം എന്ന് വരെ സുരേഷ് ഗോപി പറഞ്ഞു. എയിംസ് കേരളത്തിന് പ്രതീക്ഷിക്കാവും. തീർച്ചയായിട്ടും അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന എൻ്റെ മെൻറ്ററാണ് ഹെൽത്ത് മിനിസ്റ്ററായിട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2015 ഞാൻ അദ്ദേഹത്തോട് ഇത് ആവശ്യപ്പെടുന്നത്. 16 MP ആയതിനു ശേഷം ആവശ്യപ്പെട്ടു. പക്ഷേ ശ്രീ പിണറായി വിജയൻ വന്നതിന് ശേഷം 2-3 പ്രാവശ്യം ഞാൻ ആവശ്യപ്പെട്ടിട്ടും ആ ഒരു സ്ഥലം ലിസ്റ്റിൽ വന്നിട്ടില്ല. അത് വന്നാൽ ബഡ്ജറ്റിൽ വെച്ച് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് പനങ്ങാട് പഞ്ചായത്തിലാണ് സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തിയത്. അല്ല, അതൊക്കെ വിട്ടേക്കും. നമുക്ക് അദ്ദേഹത്തിന് അറിയാം ഏതാ സ്ഥലമാണ് പറഞ്ഞതാണ്. എന്നിട്ട് എന്തായി? ബഡ്ജറ്റ് വന്നപ്പം ആ പേര് പോലുമില്ല. കേന്ദ്രം ഇപ്പോൾ ഫയലിലുണ്ട് എന്ന് പോലും പറയുന്നില്ല. അമ്മാതിരി ഒരു ആലോചന പോലും ഇല്ല എന്ന മട്ടിലാണ് നിർമ്മലാ സീതാരാമൻ്റെ പ്രതികരണം വന്നത്. അത് വന്നപ്പോൾ സുരേഷ് ഗോപി എന്ത് ചെയ്തു? ഉരുണ്ട് കളിച്ചു. കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ, കേരളത്തിൽ ഫിഷറീസ് ഇല്ലേ, കേരളത്തിൽ സ്ത്രീകളില്ലേ, നിങ്ങൾ പോയി ചെക്ക് ചെയ്യൂ. എയിംസിന്റെ കാര്യം എന്താ പറഞ്ഞ? കോഴിക്കോട് ഇറങ്ങിയപ്പോ ആദ്യത്തെ യാത്ര കേരളത്തിലേക്ക് ചെന്നപ്പോൾ എന്താ പറഞ്ഞ? വന്നിരിക്കും. പക്ഷെ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരണം. പേര് പറയുന്നതാണോ പ്രധാനം? ഞാൻ അതാ ചോദിച്ചത്. കേരളത്തിൽ ചെറുപ്പക്കാർക്ക് എന്താണ് തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്ന മേഖലയിലേക്ക് എന്ത് തരം തലോടലാണ് തന്നിട്ടുള്ളത്? എത്ര എടുത്തിട്ടുണ്ട്? ആണോ? അത്രയാണോ വേണ്ടത്? താങ്ക് യു. എന്നാൽ ഇതിൻ്റെ ഭാരം പേറേണ്ടി വന്നത് BJP സംസ്ഥാന നേതൃത്വം കൂടിയാണ്. കാരണം എയിംസ് എന്ന് നമ്മൾ ഇന്നലെ വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കോഴിക്കോട്ട് എയിംസ് അനുവദിക്കാൻ പോകുന്ന നരേന്ദ്രമോദി സർക്കാരിന് BJPയുടെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം നമ്മുടെ ഓർമ്മയിലുണ്ട്. അത് കോഴിക്കോട്ട് മാത്രമായതുകൊണ്ട് നമുക്ക് വിടാം, വേറെ ആരെങ്കിലും ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകുമോ എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്തതായിരിക്കും. എന്നാൽ അതിനുശേഷം കേരളത്തിൽ ആകെ ചർച്ചയാവും വിധം ഇപ്പോൾ ഈ ബഡ്ജറ്റ് വന്നപ്പോൾ അതിൻ്റെ മുഴുവൻ ആഘാതവും BJPക്ക് ഏൽക്കേണ്ട വിധമുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചത് കഴിഞ്ഞ കാലത്ത് സുരേഷ് ഗോപിയാണ്. ഞാൻ കൊണ്ടുവരും എന്നൊക്കെ നിരന്തരം മൂപ്പര് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഈ കാര്യം നന്നായി അറിയുന്ന ഒരാൾ K. സുരേന്ദ്രനാണ്. അതുകൊണ്ട് ബജറ്റ് വന്ന അപ്പം തന്നെ മൂപ്പര് വാർത്താ സമ്മേളനം വിളിച്ച് സുരേഷ് ഗോപിയുടെ പേര് പറയാൻ പറ്റില്ലല്ലോ, ആ കാര്യം അങ്ങോട്ട് പറഞ്ഞു. അത് ബജറ്റിനെ കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തേണ്ട പ്രശ്നമാണ്. ഇപ്പം ബജറ്റിൽ ഉടനെ ഒരു IIM പ്രഖ്യാപിക്കുന്നു, ബജറ്റിൽ ഒരു എയിംസ് പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ നിങ്ങൾ എഴുതി പിടിപ്പിച്ചതിന്റെ കുഴപ്പമാണ്. ചില MP-മാർ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ കുഴപ്പമാണ്. എയിംസും ഇതൊന്നും പ്രഖ്യാപിക്കുന്നത് ബഡ്ജറ്റിലല്ല. പണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ 10 വർഷമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ അവഗണിച്ചു എന്ന് എങ്ങനെയാണ് പറയുന്നത്? സുരേന്ദ്രൻ ശരിക്കും സുരേഷ് ഗോപി ഒരു കുത്തിയതാണ്. പക്ഷേ അമ്മാതിരി കുത്തല്ല എതിരാളികൾ സൃഷ്ടിക്കുക, അവർ ആഞ്ഞു കുത്തും. തോമസ് ഐസക്ക് സുരേഷ് ഗോപിയുടെ ഉരുണ്ടുകളിക്ക് മറുപടിയുമായി രംഗത്തെത്തിയത് പ്രത്യേകമായ കാണേണ്ട ഒരു കാര്യമാണ്. കേരളം മാറ്റുനോറ്റിരുന്ന എയിംസ് വലിയ വീരവാദം എല്ലാം പറഞ്ഞല്ലോ കേരളത്തിൽ ജയിച്ചു പോയിട്ടുള്ള കേന്ദ്രമന്ത്രി. എയിംസ് ഇപ്പം ഞാനിങ്ങ് കൊണ്ടുവരുമെന്ന്. എവിടെ എയിംസ്? സുരേഷ് ഗോപിക്ക് എനിക്ക് തോന്നുന്നു കേരളത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. കിനാനൂർ സ്ഥലം സർക്കാരിന് കിടക്കുന്നു, അവിടെ സ്ഥാപിക്കാം. എന്തിനു അക്വയർ ചെയ്യണമെന്ന്? സർക്കാരിൻ്റെ സ്ഥലം കിടക്കുകയല്ലേ, അതല്ലേ മുഖ്യമന്ത്രി പറയുന്നത്. പിന്നെന്താ അദ്ദേഹം പറയുന്നത്? സ്ഥലം ഏറ്റെടുത്ത് നൽകാമെന്ന് പറഞ്ഞാൽ ചുമന്ന് ഡൽഹി കൊണ്ടുപോകണോ? സുരേഷ് ഗോപിയുടെ വരവും പ്രസ്താവനകളും ബജറ്റോടെ മനസ്സിലായ യാഥാർത്ഥ്യവും ചോദ്യം ചെയ്ത് UDF നേതാക്കളും രംഗത്ത് വന്നിട്ട് NK പ്രേമേന്ദ്രൻ മീഡിയ വണ്ണിൽ ചർച്ചയ്ക്കിടെ ഉന്നയിച്ച വിമർശനവും സുരേഷ് ഗോപിയെ മുൻനിർത്തി തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് അവർ നൽകിയത്. ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം തന്നെ പ്രസംഗത്തിലെ പ്രധാന ക്യാമ്പയിനായിരുന്നു എയിംസ് ഞങ്ങൾ കേരളത്തിൽ കൊണ്ടുവരും. എയിംസ് വന്നില്ല, പോട്ടെ, ഇനി അടുത്ത വർഷവും വരുമായിരിക്കാം. പക്ഷേ ശ്രീ സുരേഷ് ഗോപി ടൂറിസം മന്ത്രിയാണ്. ടൂറിസം മന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കീഴിൽ ബീഹാറിന് വേണ്ടിയും ആന്ധ്രയ്ക്ക് വേണ്ടിയും ഗയാ പദ്ധതിയും പിന്നെ എത്രയെണ്ണമാണ് കാശി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള കാശി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തീർത്ഥാടക ടൂറിസവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ടൂറിസം മന്ത്രി കൂടെ ആയിട്ടുള്ള കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ ഒരു അംഗം കേന്ദ്രത്തിൽ ടൂറിസം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായി കൂടി ഇരിക്കുന്ന സമയത്ത് അത്തരത്തിലൊരു പദ്ധതിയും പ്രഖ്യാപനത്തിൻ്റെ കൂട്ടത്തിൽ വന്നില്ല.
അപ്പോൾ അവിടെയൊക്കെയാണ് കേരളത്തോടുള്ള ഒരു കനത്ത വിവേചനം പറയുന്നത് പോലല്ല പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. യഥാർത്ഥത്തിൽ കേരളം ഇക്കാര്യത്തിൽ എന്താണ് ചെയ്തത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സുരേഷ് ഗോപി ഇന്നലെ ബഡ്ജറ്റിന് ശേഷമുള്ള പ്രതികരണത്തിൽ കേരളത്തിൻ്റെ സമീപനത്തെ അത്രയൊന്നും പോരാ, എന്നാലേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് കേരളം ഇതുവരെ ചെയ്തത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. കോഴിക്കോട് കിനാലൂരിൽ ഭൂമി ഏറ്റെടുത്ത് പ്രാഥമിക നടപടികളിലേക്ക് കേരളം കടന്നതാണ്. കിനാലൂർ, കാന്തലാട് വില്ലേജുകളിൽ KSIDCയുടെ കയ്യിലുള്ള ഭൂമിക്ക് പുറമെ 193 കുടുംബങ്ങളുടെയും ഒരു ക്ഷേത്രത്തിൻ്റെയും പള്ളിയുടെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും അടക്കം 40.68 ഹെക്ടറുമാണ് ഏറ്റെടുക്കേണ്ടത്. മുഴുവൻ ഭൂവുടമകളും ഭൂമി വിട്ടുകൊടുക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഭൂമിക്ക് പുറമെ ഏറ്റെടുക്കുന്ന ഭൂമിയിലും സാമൂഹികാഘാത പഠനം പൂർത്തിയായതാണ്. ചുരുക്കത്തിൽ എയിംസിനായി കേരളം ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഭൂരിഭാഗവും സർക്കാരിൻ്റെ സ്ഥലവുമാണ്. സാധാരണ ബാക്കി നടപടികൾ പദ്ധതി പ്രഖ്യാപനത്തിന് ശേഷമാണല്ലോ നടപ്പാക്കുക. എന്നാൽ ഭൂരിഭാഗവും സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലമായിട്ടും ഭൂമി നൽകാൻ സന്നദ്ധത ബാക്കിയുള്ള ഉടമകൾ അറിയിച്ചിട്ടും സ്ഥലം ഇത്ര മതിയോ, ഏറ്റെടുത്തില്ലല്ലോ എന്നിട്ടാണോ ചോദിക്കുന്നത്? അത് ഏറ്റെടുത്തിട്ട് വാ എന്ന ഉരുണ്ടുകളിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ലോകത്തെവിടെയാണ് പദ്ധതി പ്രഖ്യാപിക്കും മുമ്പ് ഇത്രയും നടപടികൾ പൂർത്തിയാക്കാറുള്ളത്? പുറത്ത് എന്തായാലും എയിംസിൻ്റെ പേരും പറഞ്ഞ് നാടുനീളെ നടന്നിട്ട് ബജറ്റ് പുറത്തു വന്നപ്പോൾ ചിലരുടെ തനി നിറം മനസ്സിലാക്കാനുള്ള അവസരം ജനത്തിന് കിട്ടി എന്നത് മാത്രമാണ് ഇന്നുള്ള ഒരു ഗുണം. അപ്പോഴും കേരളത്തിൻ്റെ എയിംസ് എന്ന സ്വപ്നം അവിടെ തന്നെ കിടക്കുന്നു. ന്യായീകരണത്തിന് മുന്നിൽ നിൽക്കുന്നവർ പറഞ്ഞ ബടായികളൊന്നും നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇന്ത്യയിൽ 2 സംസ്ഥാനമേ ഉള്ളൂ, അത് ബീഹാറും ആന്ധ്രാപ്രദേശുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പുകയല്ലാതെ തടി കൈച്ചലാക്കുകയല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. നന്ദി, നമസ്കാരം.